أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأن أقم وجهك للدين حنيفا ولا تكونن من المشركين ولا تدع من دون الله ما لا ينفعك ولا يضرك فإن فعلت فإنك إذا من الظالمين وإن يمسسك الله بضر فلا كاشف له إلا هو وإن يردك بخير فلا راد لفضله يصيب به من يشاء من عباده وهو الغفور الرحيم. സമാദരണീയരായ സത്യവിശ്വാസികളെ, മാന്യ സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ മുഴുമേഖലയിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ചും അവൻ്റെ ശാസനകൾ അംഗീകരിച്ചും ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ ശ്രമിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ആദ്യമേ ഉണർത്തുകയും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിനരാത്രങ്ങൾ ആദർശപിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ത്യാഗനിർഭരമായ ജീവിതത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഹജ്ജിലും ബലിപെരുന്നാളിലുമൊക്കെയാണ് നാം കഴിച്ചുകൂട്ടിയത്. ഹജ്ജും ബലിപെരുന്നാളുമൊക്കെ കഴിയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആദർശം ഒരിക്കലും വിശ്വാസി സമൂഹം മറക്കാൻ പാടില്ല. ആ ആദർശനിഷ്ഠ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഈമാനുമായി ഇസ്ലാമുമായി അഭേദ്യമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ 5 നേരത്തെ നമസ്കാരത്തിൽ വജ്ജഹ്തു പാരായണം ചെയ്യുമ്പോൾ അത് നമ്മുടെ ആദർശ പിതാവ് അബുൽ മില്ല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരു പ്രഖ്യാപനമാണ് എന്ന് നാം തിരിച്ചറിയുന്നു. അതേ പ്രഖ്യാപനം നമ്മളും പ്രഖ്യാപിക്കുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു കൽപ്പിച്ചത് വഅന അവ്വലുൽ മുസ്ലിമീൻ എന്ന് പറയാനാണെങ്കിൽ അത്രത്തോളം പറയാൻ നമുക്ക് കഴിയില്ല. അത് വെറും ഒരു വാചോട്ടാപം മാത്രമായി മാറും. അതുകൊണ്ട് നാം പറയുന്നത് വഅന മിനൽ മുസ്ലിമീൻ എന്ന് മാത്രമാണ്. ഞാനും വിശ്വാസികളിൽ പെട്ട ഒരാളാണ്, മുസ്ലിമീങ്ങളിൽ പെട്ട ആളാണ്. അവ്വല് പ്രഥമൻ എന്ന് പറയാൻ മാത്രം നമ്മൾ ആയിട്ടില്ല. അതൊരു പ്രവാചക ശ്രേഷ്ഠനോട് അള്ളാഹു കൽപ്പിച്ചതാണ്. ആ പറഞ്ഞ കാര്യം യാതൊരു അലംഭാവവുമില്ലാതെ അവഗണനയുമില്ലാതെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിതത്തിൽ പകർത്തിത്തന്നു. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കാണിച്ച ആ പാത കോടാനക്കോടി വിശ്വാസികൾ ഇന്നും അനുധാവനം ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു വിശ്വാസദാർഢ്യതയും തികഞ്ഞ ആത്മാർപ്പണവും ഇല്ലെങ്കിൽ നമുക്ക് മുസ്ലിമായി ജീവിക്കുക സാധ്യമല്ല. പ്രത്യേകിച്ച് ഇക്കാലത്ത് ഏറെ പരീക്ഷണങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി,
നിങ്ങൾക്ക് ഒരു കാലം വരും, ആ സമയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ആളുകൾ പ്രഭാതവേളയിൽ വിശ്വാസികളാണെങ്കിൽ വൈകുന്നേരമാവുമ്പോഴേക്കും അവർ ആ വിശ്വാസത്തിൽ നിന്ന് തെന്നി മാറിയിട്ടുണ്ടാവും. യുസ്ബിഹു മുസ്ലിമൻ വയുംസി കാഫിറ. അള്ളാൻ്റെ റസൂല് രാവിലെയും വൈകുന്നേരവും പറഞ്ഞെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒന്ന് പ്രത്യേകം ചിന്തിക്കണം. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന പ്രവൃത്തി നമ്മളെത്തുന്ന് സംഭവിക്കുന്നുണ്ടോ, വാക്കിലായാലും പ്രവൃത്തിയിലായാലും. ആ പറഞ്ഞയിടത്തു നിന്ന് ഉറച്ചു നിൽക്കാൻ കഴിയാതെ തൻ്റെ ആദർശം അവൻ മറന്നു കളയുക. പറഞ്ഞതിൻ്റെ രക്തം ചുരുക്കാതാ. അതുകൊണ്ടാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അന്ത്യനാൾ വരുമ്പോൾ വിശ്വാസിക്ക് തൻ്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് തീക്കനൽ പിടിക്കുന്നതിന് സമാനമായിരിക്കും. അത്രയേറെ ദുരനുഭവങ്ങളുണ്ടാകും. വിശ്വാസിയാണെന്ന് പറയാൻ പോലും മടി കാണിക്കുന്ന ഒരവസ്ഥ സംജാതമായിരിക്കുന്നു ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. നമുക്ക് പ്രവാചക പുങ്കവന്മാരുടെ പേരൊക്കെ ഇടാൻ മടിയാണ്. പരമാവധി നൂതനമായ പേരുകൾ, ടർക്കിഷ് പേരുകളാണ് കൂടുതലും ആൾക്കാർ തിരഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ഇനി പേര് തിരയുമ്പോൾ കിട്ടിയത് എന്താ എന്നാലും മുഹമ്മദല്ല, അഹമ്മദല്ല, ഉസ്മാനല്ല, അബൂബക്കറല്ല, അബ്ദുറഹ്മാനോ അബ്ദുള്ള ഒന്നുമല്ല, എന്തോ ഒരു ഒച്ചപ്പാടാണ്. ഞാൻ ആ കോലത്തിൽ പറയാത്ത എന്താന്ന് വെച്ചാൽ, അങ്ങനെ പേരിട്ട് ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ കൂട്ടത്തിലുണ്ടാവും. ഉപ്പ പറഞ്ഞ് ഇന്നെ പറ്റിയാണ് എന്ന് തോന്നണ്ടെന്ന് വിചാരിച്ചാണ് ആ പേര് പറയാത്ത. അങ്ങനെ ഒരുപാട് പേരുണ്ട്. എന്താ ആ പേരിൻ്റെ അർത്ഥം എന്നറിയോന്ന് ചോദിച്ചാൽ, എന്ത് അത് നെറ്റിൽ നിന്ന് എടുത്തതാ, അല്ലെങ്കിൽ വാട്സപ്പിൽ നിന്ന് കിട്ടിയതാ, അല്ലെങ്കിൽ വേറെ ആരോ പറഞ്ഞു കൊടുത്താ. ആ ആളോട് നിങ്ങൾ ഇതിൻ്റെ അർത്ഥം ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, അർത്ഥമൊന്നും ചോദിച്ചിട്ടില്ല. പിന്നെ എന്ത് ആ പേരിടാൻ പ്രത്യേക ഒരു പ്രേരണ കിട്ടിയത്? അത് എവിടെ ഇല്ലാത്തൊരു ഒച്ചപ്പാടായി എന്നുള്ളതാണ്, കേൾക്കാത്തൊരൊച്ച. മാത്രമല്ല, എന്തിനാ പേരിടുന്നത്? അതൊരു ഐഡൻറ്റിഫിക്കേഷനാണ്, ഏറ്റവും വലിയ ഐഡൻറ്റിഫിക്കേഷനാണ് ആ പേര്. ആ പേര് കേട്ടാൽ അറിയാം ഇവൻ മുസ്ലിമാണോ, ഇവൻ ആണാണോ പെണ്ണാണോ. അതുപോലും അറിയാത്ത, ആണോ പെണ്ണോ എന്ന് തിരിയാത്ത കോലത്തിൽ ഒരു ഒച്ച മാത്രം ഉണ്ടായാൽ എന്താ കാര്യം? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് കുട്ടി കുരുത്തക്കേടാണ്, അമീറുൽ മുഅ്മിനീൻ ഒന്ന് ഉപദേശിക്കണം എന്ന് പറഞ്ഞിട്ട് ആളെ കൊണ്ടെന്ന കഥ പലവട്ടം നമ്മൾ കേട്ടിട്ടുണ്ട്. സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഈ കുട്ടിയുടെ കുരുത്തക്കേടും മത്സരണക്കേടും ഇടങ്ങേറാക്കലും വല്ലാതെ കൂടിയപ്പോൾ അമീറുൽ മുഅ്മിനീൻ്റെ അടുത്ത് പരാതി എത്തിയതാ. ഉമർ റളിയല്ലാഹു അൻഹു കേട്ടിട്ട് പറഞ്ഞു, ഒഴിവുള്ളപ്പോൾ കുട്ടീനേറ്റൊന്ന് വരി, നമുക്കൊന്ന് ഉപദേശിച്ചു നോക്കുക. കുട്ടീനേറ്റ് ചെന്നു. അമീറുൽ മുഅ്മിനീൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ട് വാപ്പ മോനേറ്റ് ചെന്നു. ചെന്നപ്പോൾ നല്ല ഉപദേശമാണ് അമീറുൽ മുഅ്മിനീൻ കൊടുത്തത്. ബാപ്പാരോട് മക്കൾ കാണിക്കേണ്ട ബാധ്യതയെക്കുറിച്ച് ഒക്കെ സാഗൂതം കേട്ടുനിന്ന ഈ കുട്ടി അവസാനം തിരിച്ചു ചോദിച്ചു, അല്ല അമീറുൽ മുഅ്മിനീൻ, ഞാനൊന്ന് ചോദിച്ചട്ടെ, എന്താണ് ഈ ബാപ്പാർക്ക് കുട്ടികളോട് ഒരു ബാധ്യത ഇല്ലേ ഇസ്ലാമിൽ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ലാതെ, ഓൻ്റെ അമ്മ നന്നാകണം. അപ്പോൾ കുട്ടീനോട് പറഞ്ഞിട്ട് എന്താ കാര്യം? പക്ഷെ അങ്ങനെയല്ല, കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. ഞാനൊരു കല്യാണം കഴിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കണം, എനിക്ക് പിറക്കുന്ന കുട്ടി ഒരു മുഅ്മിനായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ പോറ്റാനുള്ള കെൽപ്പ്, ഈമാന്, അതിനുള്ള ഇസ്ലാമികമായ ജ്ഞാനം, വിവരം ഒക്കെയുള്ള ഒരു പെണ്ണിനെയാകണം ഞാൻ കെട്ടേണ്ടത്. വെറും തൊലിവെളുപ്പ് മാത്രം നോക്കിയാൽ പോരാന്ന് മനസ്സിലാക്കിയിട്ട് വേണം പെണ്ണിനെ തിരഞ്ഞെടുക്കാൻ. ശരി, ഒന്നത്. കുട്ടി പറഞ്ഞു, എന്നാ കേൾക്കണോ അമീറുൽ മുഅ്മിനീൻ, എൻ്റെ വാപ്പ അന്ന് കെട്ടിയതേ ഒരു മജൂസി പെണ്ണിനെ. നിങ്ങൾ ഈ പറഞ്ഞ ഒരു ഗുണമില്ലാത്ത ഒരു ഉമ്മയാണ് എൻ്റെ അമ്മ. അമീറുൽ മുഅ്മിനീൻ വളരെ അത്ഭുതത്തോടെ അയാളുടെ കണ്ണിലേക്ക് നോക്കി. അത് കഴിഞ്ഞിട്ട് അമീറുൽ മുഅ്മിനീൻ പറഞ്ഞു, നല്ല പേരിടണം. നല്ല പേര് മീൻസ്
നല്ല അർത്ഥമുള്ള അർത്ഥവത്തായ പുതുമ ഉണ്ടായിക്കോട്ടെ, അത് ഇസ്ലാമിന് എതിരല്ല. സഹാബികളുടെയും മറ്റൊക്കെ പേരിങ്ങനെ നോക്കിയാൽ വളരെ നല്ല പേരുകളാണ്. ആധുനിക യുഗത്തിലെ ഞാൻ പറഞ്ഞ ഈ തുർക്കി പേരുകളല്ല, അതിനെ അതിജയിക്കുന്ന വളരെ സുന്ദരമായ പേരുകൾ സഹാബികൾക്കന്നുണ്ടായിട്ടുണ്ട്. അള്ളാന്റെ റസൂല് പേര് തിരുത്താൻ ആവശ്യപ്പെട്ടത് ശിർക്കൻ പേര് കലർന്ന പേരാ, അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട, നമ്മളെ നാട്ടിലുണ്ടായിരുന്നല്ലോ, വളരെ താഴ്ന്ന വിഭാഗമായി ഗണിച്ചിരുന്ന ആളുകൾക്കൊക്കെ ചെള്ള് പിറുങ്ങാന്നൊക്കെ പേര്. ഇതെത്താണിപ്പോൾ അതൊക്കെ പേര്? ചെള്ള്, വള്ളി, കർപ്പൻ, അതിനൊക്കെയുള്ള പേരുകളുണ്ടായിരുന്നല്ലോ. ഇന്നും പറ്റ പോയിട്ടില്ല. ഇരിക്കട്ടെ, പേരിടുമ്പോൾ കുറച്ചൊക്കെ ഒരു സ്റ്റാൻഡേർഡ് വേണം. ചില സഹാബികൾ വന്നിട്ട് പേര് പറഞ്ഞപ്പോൾ അബ്ദുൽ കഅബ, കഅബ നല്ലതാണല്ലോ, പക്ഷെ കഅബക്ക് അടിമ ഉണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അത് സുഖമില്ല, അത് തിരുത്തണം. അത് അബ്ദുർ റബ്ബ് എന്നാക്കിയ കുഴപ്പമില്ല, അബ്ദുള്ള എന്നാക്കിയ കുഴപ്പമില്ല. വേറൊരു സാഹിബിന്റെ പേര് അബ്ദുഷംസ്, സൂര്യന്റെ അടിമ. സൂര്യനെ ദേവനായി കണക്കാക്കിയിരുന്ന ഒരു കാലുണ്ടായിരുന്നു. ആ സൂര്യന്റെ അടിമ എന്ന് പേര് വന്നപ്പോൾ അത് അള്ളാന്റെ ഒരു സൃഷ്ടിയല്ലേ, അതിന് അടിമ ഉണ്ടാകുന്നത് ശരിയല്ല. അള്ളാന്റെ റസൂല് അബ്ദുള്ള എന്നാക്കി തിരുത്താൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ അല്ലാതെ പേരുമേ തിരുത്താൻ പറഞ്ഞിട്ടില്ല. പക്ഷെ കുട്ടി പരാതിപ്പെട്ടത് എന്താണെന്നറിയോ? എൻ്റെ വാപ്പ എനിക്കിട്ട പേര് കേൾക്കണം നിങ്ങൾക്ക്. എനിക്കിട്ട പേര് ജോയല് എന്നാ. എന്താ ജോയല് എന്ന് പറഞ്ഞാൽ? ഗ്യാസ് ട്രബിളുള്ള ആൾക്കാരെത്തുന്ന ശബ്ദത്തിൽ പോകുന്ന ആ സംഗതിയുടെ പേരാണ് ജോയല്. നോക്കിങ്ങള്, ദുനിയാവിൽ പേര് കിട്ടായിട്ട് സ്വന്തം മോനിട്ട പേരാണിപ്പോൾ. അമീറുൽ മുഅ്മിനീൻ വളരെയധികം അത്ഭുതപ്പെട്ടു, കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഖുർആൻ പഠിപ്പിക്കണം ബാപ്പ, നമുക്കും ബാധകാട്ടോ. അതുകൊണ്ടാണ് അതിങ്ങനെ പറയണത്. നല്ല പേരിടണം എന്നുള്ളത് നമുക്ക് ബാധക. നല്ല ഭാര്യമാരായിരിക്കണം നമ്മൾ കല്യാണം കഴിക്കേണ്ടത് എന്നത് ബാധക. ഇപ്പോഴുള്ള ഭാര്യനെ ഒഴിവാക്കിയിട്ട് എന്നാ ഇനി വേറെ നോക്കുക എന്ന് പറയാനല്ല ഇത് പറയണത്. ഉള്ള ഭാര്യനെ പരമാവധി നന്നാക്കാൻ പറയാനാണ്. പിന്നെയോ ഖുർആൻ പഠിപ്പിക്കണം. ഖുർആൻ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഖുർആൻ അറിയുന്ന ആളാകണ്ടേ. എൻ്റെ വാപ്പ ഖുർആനിൽ നിന്ന് ഒരു ഹർഫ് പോലും എന്നെ പഠിപ്പിച്ചിട്ടില്ല. അമീറുൽ മുഅ്മിനീൻ മനുഷ്യന്റെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ മകനോടാണ് ദ്രോഹം ചെയ്തത്. ഈ കുട്ടി നിങ്ങളോട് ദ്രോഹം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ഈ പുത്രനോട് ദ്രോഹം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് നമ്മുടെ സമൂഹം നന്നാകണം, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷെ ഒരു പേരിടുമ്പോൾ പോലും റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ആ റബ്ബിലേക്ക് ചേർത്തുകൊണ്ട് ഒരു ഇസ്ലാമിക സംസ്കാരം നിലനിർത്തിക്കൊണ്ട് ഒരു പേരിടാൻ നമുക്ക് കഴിയാതെ പോയിരിക്കുന്നു. നമ്മൾ ഭയപ്പെടുന്നത് ആ പേര് മൂലം എൻ്റെ കുട്ടി ഒരു മുസ്ലിമാണെന്ന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുമോ എന്നതാണ്. എവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്? അനുനിമിഷം ഇസ്ലാം വിറ്റ് കുഫറിലേക്ക് പോകുന്ന ഒരു അവസ്ഥ സമൂഹത്തിൽ സംജാതമാകുന്നു എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് വളരെ അർത്ഥവത്താണ്. ഇവിടെ നമ്മൾ എന്ത് പ്രയാസങ്ങൾ വന്നാലും ഞാനൊരു മുസ്ലിമാണ്, അള്ളാഹുവേ ഇസ്ലാം എനിക്ക് നീ നൽകിയ വല്ലാത്തൊരു അനുഗ്രഹമാണ്. ആ ഇസ്ലാമും ആ ഒരു സബ്മിഷൻ, പൂർണ്ണമായ കീഴൊതുക്കവും അള്ളാഹുവിനെ വണങ്ങിയുള്ള ജീവിതവും സമർപ്പിത ജീവിതവും നയിക്കാൻ വിശ്വാസി സമൂഹം തയ്യാറാകണമെന്ന ഒരു വലിയ സന്ദേശം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ ജീവിതം നമുക്ക് നൽകുന്നുണ്ട്. അത് നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒന്നാണ്. പരീക്ഷണങ്ങൾ പല കോലത്തിലാണ്. നോക്കുങ്ങൾ, ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും നേരെ ഏതേത് രൂപത്തിലുള്ള ക്രൂരമ്പുകളാണ് വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്തിട്ട്
ഇസ്ലാമിനകത്തുനിന്നും പുറത്തുനിന്നുമുള്ള അത്തരത്തിലുള്ള പല എതിർപ്പുകളെയും അതിജയിക്കാൻ രാജ്യത്തുള്ള മുസ്ലിമീങ്ങൾക്ക്, ന്യൂനപക്ഷങ്ങൾക്ക് ഒരു പരിധിവരെ സാധിച്ചു എന്നത് സ്തുത്യർഹമായ ഒരു സംഗതിയാണ്. അല്ലെങ്കിൽ ഇതൊന്നുമല്ല അവസ്ഥ. എങ്കിലും മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രം 15ഓളം മുസ്ലിമീങ്ങൾ ക്രൂരമായി വധിക്കപ്പെട്ടിരിക്കുന്നു. കാരണം മുസ്ലിമീങ്ങൾ ഉണർന്നതാണ് ഈ ദുഷ്ടശക്തികളുടെ പരാജയത്തിന് കാരണമെന്ന തിരിച്ചറിവ് അവർക്കുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ എന്ന നിലക്ക് ആ ഇസ്ലാമിൻ്റെ ഇസ്സത്തും ആ വിശ്വാസത്തിൻ്റെ ചൈതന്യവും നഷ്ടപ്പെടാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. നമ്മളുടെ ഈ കൊച്ചു കേരളാണ് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ഉത്ബുദ്ധമായ നാടെന്നാണ് നമ്മൾ പറച്ചിൽ. ഗോഡ്സ് ഓൺ കൺട്രിയാണ്, നല്ല ജനാധിപത്യ രാജ്യമാണ്, അങ്ങനെ പ്രകൃതി രമണീയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് പോലും തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കേട്ടു ഇവിടെയുള്ള ചില കക്ഷികൾ ഒരു മുസ്ലിം മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നു. ജനാധിപത്യ രാജ്യത്തിൽ കോടാനക്കോടി മുസ്ലിമീങ്ങൾ ഉണ്ടായിട്ട് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദശലക്ഷക്കണക്കിന് മനുഷ്യന്മാർ ജീവൻ കൊടുത്ത് ബലിയർപ്പിക്കപ്പെട്ട ഒരു സമുദായത്തിന് ഇന്ത്യ മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യത ഇല്ലേ? പാടില്ലേ? അങ്ങനെ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ആഗ്രഹം പോലും തെറ്റാണ്. എന്തായാലും കുറച്ചാലെങ്കിലും 40 ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഈ കൊച്ചു കേരളത്തിലെങ്കിലും ഉണ്ടായിട്ടുണ്ടല്ലോ. പക്ഷേ അന്നുണ്ടായിരുന്നു. കൽബിന് സോക്കടുള്ള ഒരു പാലം വലിച്ചു, സംഭവം ശരിയാണ്, അതൊക്കെ നമുക്കറിയാം, അതൊക്കെ പഴയ കഥ. പക്ഷേ മുസ്ലിം മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ രാജ്യത്ത് അതൊരു മഹാപാതകമായി ഗണിക്കുന്ന അത്രയും വലിയ വർഗീയ കോമരങ്ങൾക്കിടയിലാണ് ഈ ന്യൂനപക്ഷം ഇവിടെ ജീവിക്കുന്നത് എന്നർത്ഥം. ഇനി അപ്പുറത്തുള്ളവരും വർഗീയ കാർഡിറക്കിയിട്ട് കാഫിർ പ്രയോഗം നടത്തിയിട്ട് മുസ്ലിമീങ്ങളെ ഒരു അരിക്ക് നിർത്താനും അത് തങ്ങളുടെ വോട്ട് ബാങ്കാക്കി മാറ്റാനും ശ്രമിച്ചു. ഇന്ത്യക്ക് കൂടെ ഇടയിലാണ് ഒരു ചെറിയ ന്യൂനപക്ഷം. ഇനി നമ്മളെ മൗലാനമാരെന്താ ചെയ്തത്? അവര് നോമ്പ് തുറക്ക് അപ്പുറത്തേക്ക് പോയിക്കണ്. അവർ തൗഹീദ് അംഗീകരിക്കുന്നവരാണ്, അവർ ഖുർആനും സുന്നത്തും പറയുന്നവരാണ്. അവരെ നോമ്പർക്ക് നമ്മളോട് ചോദിച്ചാൽ എങ്ങനെ പോവുക എന്ന് വെച്ചുകൊണ്ട് മൗലാനമാർ അവരുടെ കാർഡും കളിച്ചു. ഒരു കൂട്ടർക്ക് EDയെയാണ് ഭയന്നുണ്ടെങ്കിൽ അത് മലപ്പുറത്തേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ DDനെയാണ് ഭയം. ആലോചിച്ചോക്കണം നിങ്ങൾ സമൂഹം എവിടെ എത്തിയെന്ന്. എന്നിട്ടും ഈ മുസ്ലിം ഉമ്മത്തിനെ ശരിയായ രൂപത്തിൽ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ ആളുകൾ പക്ഷേ അതിനെ മെനക്കെട്ടില്ല എന്നത് വല്ലാത്തൊരു ദുരന്തമാണ്. നമുക്കൊരു കുറച്ചാൾക്കെങ്കിലും ഒരു തിരിച്ചറിവില്ലെങ്കിൽ ഇവിടെ യഥാർത്ഥ മുഅ്മിന് ജീവിക്കുക കൂടുതൽ ദുസ്സഹമായി മാറും. അവിടെയാണ് ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആ ആദർശ നിഷ്ഠ യഥാർത്ഥത്തിൽ നമ്മൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, വലാ യസാലൂന യുഖാതിലൂനകും ഹത്താ യറുദ്ദൂകും അൻ ദീനിക്കും. അവർ നിങ്ങളോട് അടരാടിക്കൊണ്ടേയിരിക്കും. ആ യുദ്ധം സായുധ സമരം തന്നെയാകണമെന്നില്ല, ഏതു രൂപത്തിലുമാകാം. അങ്ങനെ അവർ നിങ്ങളെ ദീനിൽ നിന്ന് പുറത്തു ചാടിക്കാനാണ് ശ്രമിക്കുന്നത്. ഇനിസ്തതാഉ അവർക്ക് സാധിക്കുന്ന രൂപത്തിൽ. അങ്ങനെ ആരെങ്കിലും തന്റെ ശരിയായ ദീനി ആദർശം വിട്ട് പുറത്തു പോവുകയും ഒരു സത്യനിഷേധിയായി കൊണ്ട് മരിച്ചു പോവുകയും ചെയ്താൽ അവരുടെ കർമ്മങ്ങളൊക്കെ ഈ ദുനിയാവിൽ നിഷ്ഫലമായി തീരും. വൽ ആഖിറ നാളെ പരലോകത്തും. അവിടെയാണ് ഈ ആദർശത്തിന്റെ പ്രത്യേകത. അവരത്രേ നരകത്തിന്റെ ആളുകൾ. ആ നരകവാസികൾ അതിൽ നിത്യവാസികളായിരിക്കും. അതുകൊണ്ട് വിശ്വാസി സമൂഹത്തോട്
പറയാൻ വിശുദ്ധ ഖുർആൻ പ്രവാചകനോട് അഭിസംബോധനം ചെയ്ത് പഠിപ്പിക്കുന്നത് വഅന്നഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ വലാ തകൂനന്ന മിനൽ മുശ്രിക്കീൻ. ഋജുമാനസനായിക്കൊണ്ട്, അതാണല്ലോ ഇബ്രാഹിം മില്ലത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഋജുമാനസനായിക്കൊണ്ട് നിന്റെ മുഖം നീ അള്ളാഹുവിന് മുമ്പിൽ നിർത്തുക. ആ റബ്ബിന്റെ ശാസനകൾക്ക് വഴങ്ങിക്കൊണ്ടായിരിക്കണം ജീവിതമെന്നർത്ഥം. വലാ തകൂനന്ന മിനൽ മുശ്രിക്കീൻ. ഒരു കാരണവശാലും ശിർക്കൻ വിശ്വാസങ്ങളിലേക്ക് നീ ചാഞ്ഞു പോകാൻ പാടില്ല, ഒരു മുശ്രിക്കാകാൻ പാടില്ല. അവിടെ തന്നെ ഖുർആൻ പഠിപ്പിച്ച ഒരു സംഗതി എന്താണെന്നറിയാം? ഇതൊക്കെ ഇപ്പോൾ ആ മുശ്രിക്കാകാൻ പാടില്ല എന്ന് പറഞ്ഞത് മുസ്ലിമായി ഇങ്ങനെ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും ഞമ്മക്ക് ബാധകല്ല എന്ന് വിചാരിക്കുന്ന ആളുകളോട് പ്രത്യേകം ഖുർആൻ പറയാ, എവിടെ ഈ ശിർക്ക് വരുന്നത്? വലാ തദ്ഉ മിൻ ദൂനില്ലാഹ്. തൊട്ടടുത്ത ആയത്ത് സൂറത്ത് യൂനുസിൽ മുശ്രിക്കാകാൻ പാടില്ല എന്ന് പറഞ്ഞോർത്താണ് അല്ലാത്തവരോട് ദ്വാരിക്കരുത് എന്ന് പറഞ്ഞത്. അതിനാൽ വലാ തദ്ഉ മിൻ ദൂനില്ലാഹ്, നീ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ പാടില്ല. മാലാ യൻഫഉക വലാ യദുറുക, നിനക്കൊരു ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത മരിച്ചുപോയ മഹാത്മാക്കളോടും അചേതന വസ്തുക്കളോടും. ഫഇൻ ഫഅൽത, അങ്ങനെയെങ്ങാനും നീ ചെയ്യുന്ന പക്ഷം ഫഇന്നക ഇദൻ മിനൽ ളാലിമീൻ, നീ ആരായിത്തീരും? ഏറ്റവും വലിയ അക്രമിയായിത്തീരും. ഏതാ ഏറ്റവും വലിയ അക്രമം? അത് അല്ലാത്തവരോട് ദ്വാരക്കലാണ്. ഏറ്റവും വലിയ മാർഗഭ്രംശം, വഴി പിഴവേതാണ്? 5 നേരത്തെ സംസ്കാരത്തിൽ ഹൃദയത്തിൽ കൈവച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, ഒരിക്കലും നിന്റെ ശാപകോപങ്ങൾക്ക് വിധേയരായവരുടെ ഗൈരിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ, പിഴച്ചുപോയവരുടെയും മാർഗത്തിൽ റബ്ബേ എന്നെ നീ ഉൾപ്പെടുത്തല്ലേ എന്നാണ് നമ്മളുടെ പ്രാർത്ഥന. ആരാണ് അങ്ങനെ പിഴച്ചുപോയവർ? അത് വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അല്ലാത്തവരോട് ദുആ ചെയ്യുന്നവനേക്കാളും വലിയ വഴിപിഴവ് ആർക്കുള്ളത്? അത് മദ്യപാനിയല്ല, അത് വ്യഭിചാരിയല്ല, അത് മോഷ്ടാവല്ല, ആരുമല്ല. ഏറ്റവും വലിയ വലാലത്ത് ഏതാണ്? അല്ലാത്തവരോട് ദ്വാരക്കലാണ്. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. അവർ ദുആ ചെയ്തത് ആരോടാണ്? മഹാത്മാക്കളോടാണ്. മൻ എന്ന് പ്രയോഗിക്കാൻ അത് ആക്കല്, ബുദ്ധിയുള്ള ഒരാളിനെ പറ്റി പറയുമ്പോഴേ മന്ന് പറയൂന്നാണ് അറബി ഗ്രാമറിന്റെ നിയമം, വ്യാകരണ നിയമം. അല്ലെങ്കിൽ മാന്നാ പറയാ. ബുദ്ധിയില്ലാത്ത ഏതെങ്കിലും ഒരു ജന്തു ഇതിലെങ്ങനെ പോവുകയാണെങ്കിൽ ബുദ്ധിയുള്ളോന്ന് ചോദിക്കൂല, മൻ ആരാ, ഇതിപ്പോൾ ആരാന്ന് ചോദിക്കൂല. ഇനി അഥവാ ആരാന്ന് ചോദിച്ചാൽ തന്നെ അതൊരു തമാശ നിറഞ്ഞ ചോദ്യമായിട്ടേ മാറുള്ളൂ. ബുദ്ധിയില്ലാത്ത ഒരാളിങ്ങനെ പോകുമ്പോൾ ഒരു ജന്തു, ഒരു ജീവി, ഒരു വസ്തു, ഇതൊക്കെ മാന്നാ പ്രയോഗിക്കുക. എന്നാൽ ഖുർആൻ ഇവിടെ പ്രയോഗിച്ച് മന്ന. എന്താ ഇതിന് കാരണം? മരിച്ചുപോയ മഹാത്മാക്കളെ കുറിച്ചാണ് ആ പ്രതിപാദ്യം. അപ്പൊ അത്തരം മരിച്ചുപോയ മഹാത്മാക്കളോട് പ്രാർത്ഥിക്കുന്നവരാണ് ഏറ്റവും വലിയ വഴിവിഴവിന്റെ ആളുകൾ. നീ അങ്ങനത്തെ ളാലിമുകളുടെ കൂട്ടത്തിൽ പെട്ടുപോകും. ഒരു കാര്യം ഓർക്കണം, നിനക്ക് വല്ല എടങ്ങേറും വന്നാൽ ഫലാ കാശിഫ ലഹു ഇല്ലാഹു, ആ പടച്ച റബ്ബല്ലാതെ അത് നിവൃത്തിയാക്കി തരാനും ആ രോഗം മാറ്റിത്തരാനും ഇല്ലല്ലോ. വഇയുരിദുക ബിഖൈരിൻ, ആ റഹ്മാനായ റബ്ബ് നിനക്ക് വല്ല ഖൈറും വരുത്തണമെന്ന് ഉദ്ദേശിച്ചാലോ ഫലാ റാദ്ദ ലിഫളിഹി, അല്ലാഹുവിന്റെ ആ ഔദാര്യത്തെ തട്ടിമാറ്റാൻ പറ്റിയ ഒരു ശക്തിയും ദുനിയാവിലില്ല തന്നെ. യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദി, അതാർക്കാണ്? അല്ലാഹുവിന്റെ ഉത്തമരായ ദാസന്മാർക്കാണ് ലഭിക്കുക. വഹുവൽ ഗഫൂറുർ റഹീം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ പൊറുക്കുന്നവനാണ്, അളവറ്റ കരുണാവാരിധിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ചുരുക്കത്തിൽ
ആദർശനിഷ്ഠ വിശ്വാസത്തിൽ വേണം, അതുപോലെ തന്നെ ആചാരത്തിൽ വേണം, അനുഷ്ഠാനത്തിൽ വേണം. ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലയിലും ഒരു മുസ്ലിമാണ് എന്ന് പറയുന്ന ആ സംഗതി ഇസ്ലാം ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാൻ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് ബാധ്യതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവും പ്രവാചകനും പഠിപ്പിച്ച ആ ആദർശനിഷ്ഠ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആ സൽ പന്താവ് മില്ലത്ത് ജീവിതത്തിൽ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലയിലും പാലിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ വിശ്വാസികളെന്ന നിലക്ക് നാം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. ഹജ്ജും അനുബന്ധ കർമ്മങ്ങളുമൊക്കെ കഴിയുമ്പോൾ ഹാജിമാർക്കും അല്ലാത്തവർക്കും ഹജ്ജല്ലാത്ത വേളകളിലും ഹജ്ജ് പോലെ പ്രതിഫലം ലഭിക്കുന്ന കർമ്മങ്ങളെക്കുറിച്ച് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ പ്രാധാന്യപൂർവം കാണുകയും അമലു സ്വാലിഹാത്തിൽ അവക്ക് പ്രത്യേകം സ്ഥാനം നൽകുകയും ചെയ്യാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, മൻ സ്വല്ലാ സ്വലാത്ത സുബഹ് ഫി ജമാഅ, ഒരു ജമാഅത്തായിട്ട് പ്രഭാതവേളയിൽ സുബ്ഹി നിസ്കാരം ഒരാൾ നിർവഹിച്ചു. സുമ്മ സബത ഹത്താ യുസബ്ബിഹു ലില്ലാഹ്, അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ട് അയാൾ അവിടെ കഴിച്ചുകൂട്ടുകയും എന്നിട്ട് ളുഹ നമസ്കാരം നിസ്കരിക്കുകയും ചെയ്താൽ കാന ലഹു കഅജ്രി ഹജ്ജിൻ മുഅ്തമിരിൻ താമ്മൻ ലഹു ഹജ്ജ വ ഉംറത, പൂർണ്ണമായി ഹജ്ജും ഉംറയും നിർവഹിച്ച ഒരു ഹാജിയുടെ പ്രതിഫലം അയാൾക്ക് ലഭിക്കും. പിന്നെ ലക്ഷക്കണക്കിന് ഉറുപ്യ മുടക്കിയിട്ട് ഹജ്ജിന് പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇതിനെ നമ്മൾ ചെറുതായി കാണണ്ട. ഹജ്ജിൻ്റെ പ്രതിഫലം ലഭിക്കും എന്ന് പറഞ്ഞാൽ ഹജ്ജിൻ്റെ ബാധ്യതയിൽ നിന്ന് ഒഴിവാകും എന്ന് പറഞ്ഞതിന് അർത്ഥമില്ല. അതുകൊണ്ട് ഇനി ആരും ഹജ്ജിന് പോകേണ്ടതില്ല എന്നും അർത്ഥമാക്കേണ്ടില്ല. അത്രയേറെ പ്രതിഫലം ലഭിക്കുന്ന കർമ്മമാണ് ഇത് എന്നാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. മറ്റൊരു ഹദീസ് പ്രവാചകൻ പഠിപ്പിച്ചു, മൻ ഖറജ മിൻ ബൈതിഹി മുതതഹിറൻ ഇലാ സ്വലാത്തി മക്തൂബ, ഒരു ഫർളായ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി ഒരാൾ വീട്ടിൽ നിന്ന് അംഗശുദ്ധി വരുത്തിക്കൊണ്ട് പുറപ്പെട്ടു. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. വീട്ടിൽ നിന്ന് പരമാവധി ഒളുത്തു വരാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഫഅജ്റുഹു കഅജ്രിൽ ഹാജിൽ മുഹ്രിം, അപ്പോൾ അയാൾക്ക് ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു ഹാജിയുടെ പുണ്യമുണ്ട്. വമൻ ഖറജ ഇലാ തസ്ബീഹിൽ ളുഹ, ഒരാൾ ളുഹ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി പുറപ്പെട്ടു, ലാ യുൻസിബു ഇല്ലാ ഇയ്യ, അതിനു വേണ്ടി അല്ലാതെ അയാൾ മറ്റൊരു ഉദ്ദേശ്യവുമില്ലാതെ ഈ നമസ്കാരം പ്രതിഫലം മോഹിച്ചുകൊണ്ട് നിർവഹിക്കാനായി ഒരാൾ പോയാൽ ഫഅജ്റുഹു കഅജ്രിൽ മുഅ്തമിർ, അയാൾക്കും ഒരു ഉംറ നിർവഹിച്ചവന്റെ പുണ്യമുണ്ട്. വസ്വലാത്തുൻ അലാ അസരി സ്വലാത്തിൻ ലാ ലവ ബൈനഹുമാ കിതാബുൻ ഫി അല്ലിയീൻ, അല്ലിയീങ്ങളുടെ കൂട്ടത്തിൽ പേര് വരാൻ പ്രാപ്തമായ ഒരമലാണ് ഒരു നമസ്കാരം കഴിഞ്ഞ് മറ്റൊരു നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന, അതിനു വേണ്ടി പ്രിപ്പയർഡായി മാറുന്നത്.
അപ്പോൾ ഇതൊക്കെ ഒരു ഹാജിയുടെ ഒരു മുഅ്തമിറിൻ്റെ ഒക്കെ കൂലി കിട്ടുന്ന നല്ല കർമ്മങ്ങളായി ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശ്വാസികളായ നമ്മൾ എപ്പോഴും ആ നിസ്കാരവും അതുപോലെയുള്ള കർമ്മങ്ങളും അള്ളാഹുവിനെ ഓർക്കുന്ന പ്രാർത്ഥനകളും കീർത്തനങ്ങളുമൊക്കെയായി കഴിഞ്ഞുകൂടുക എന്നത് ഹജ്ജിൻ്റെ അവസരമല്ലാത്ത വേളകളിലും ഹാജിയല്ലാത്തവർക്കും മുഅ്തമിർ ഉംറ നിർവഹിക്കാത്തവർക്കുമൊക്കെ നേടാൻ കഴിയുന്ന പ്രതിഫലാർഹമായ പ്രവർത്തനങ്ങളായി അള്ളാഹുവിൻ്റെ റസൂല് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സദുദ്ദേശങ്ങൾ അള്ളാഹു നമുക്ക് പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗികളായ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അവരുടെ വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉറ്റവർ, ഉടയവർ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുകയും അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മെയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. اللهم اجعل بلدنا هذا يسوده الأمن والإيمان والسلامة والإسلام وسائر بلاد المسلمين. اللهم ارفع عنا الوباء والغلا والزنا وسائر المصائب والبنايا. اللهم أصلح أحوال المسلمين في كل مكان. اللهم أصلح ذات بيننا واكفنا شر أنفسنا وشر الشيطان وشركه يا ذا الجلال والإكرام. اللهم انصر المستضعفين في فلسطين. اللهم انصر في دينهم وفي سائر الأوطان. اللهم كن لهم ناصرا ومعينا ومؤيدا وظهيرا. اللهم اغفر وارحم واشفي مرضانا وعاف مبتلانا وتقبل شهداءنا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات يا مجيب الدعوات ويا قاضي الحاجات. اللهم اغفر لنا ولإخواننا الذين سبقونا في الإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم برحمتك يا أرحم الراحمين.